ഹലോ എവരിബഡി. ഇന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് മാസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. ഇന്നൊരു ലെക്ചറല്ല, ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കളിക്കാൻ പോവുക. നമ്മൾ മനസ്സിനെ വെച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കളിക്കാൻ പോവുക. ഈ ജീവിതത്തിൽ നമുക്ക് പേടി തോന്നുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ ഉള്ളിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമുക്കൊരുപാട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈ ഫിയറിനെ ഏറ്റവും പ്രശാന്ത സുന്ദരമൊരവസ്ഥയ്ക്ക് പരിവർത്തനം ചെയ്യാനും നമ്മെ സഹായിക്കുന്ന കുറച്ച് ടൂൾസാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, ഗെറ്റ് റെഡി. ആദ്യം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. കണ്ണടക്കണമെങ്കിൽ അടക്കാം, അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സേഫായിട്ട് കോൺഫിഡൻ്റായിട്ട് സന്തോഷകരമായി ഫീൽ ചെയ്തൊരവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ചിന്തിച്ചോ? അന്ന് നിങ്ങൾ അനുഭവിച്ച അതേ ഫീലിംഗ് നിങ്ങളിപ്പോഴും അനുഭവിച്ചല്ലോ. ഇതിങ്ങനെ ഫീലിംഗ് അനുഭവിച്ചിരിക്കുമ്പം എന്തെങ്കിലും ഒരു മൂമെൻറ്റ് ഒന്നുകിൽ ഇങ്ങനെ ആക്കുക, അല്ലെ നല്ല കോൺഫിഡൻസോടെ ഇങ്ങനെ നിൽക്കുക, അല്ലെ എങ്ങനെയെങ്കിലും മുട്ടുക, ഒന്ന് ഷെയ്ക്ക് ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നമോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്ക് നിങ്ങൾ ഈ മൂമെൻറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒച്ചയോ ഉണ്ടാക്കുമ്പോഴേക്ക് വീണ്ടും നിങ്ങൾക്ക് ഇതേ എമോഷൻ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഒന്നുകൂടി ഒന്ന് പോസ് ചെയ്യുക. 1 2 3 സൗണ്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കുക. നമ്മൾ ഫിസിക്കൽ ബോഡി കൊണ്ട് തന്നെ നമ്മളെ എമോഷനെ നമുക്ക് തിരികെ പിടിക്കാനുള്ള ഒരു NLP ടെക്നിക്കാണിത്. നമ്മുടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിലൂടെ നമുക്ക് ആവശ്യമുള്ള റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെൽത്തി എമോഷനെ മാറി പിടിക്കാനുള്ള ഒരു സാഹചര്യം. നമുക്കിനി എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് വേണ്ട സമയത്ത് നമ്മൾ എന്തൊരു പോസാണോ ഇങ്ങനത്തെ ഒരു പോസിലൂടെ നിൽക്കുക, എന്നിട്ട് നമ്മൾ കോൺഫിഡൻസോടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത ആ നിമിഷത്തെക്കുറിച്ചുള്ള ആ എമോഷനെ മാറി വിളിക്കുക. എന്നിട്ട് നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഈ എമോഷനുമായിട്ട് അങ്ങോട്ട് പോവുക. ഓക്കെ, ഇന്ന് നമുക്ക് ഒട്ടും അടിസ്ഥാനമില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് പലതിനോടുമുള്ള പേടി, നമ്മുടെ ഫോബിയ, ഇതിനെക്കുറിച്ച് നമ്മുടെ NLPയുടെ കാഴ്ചപ്പാട് എന്താണ്? നമ്മുടെ തലച്ചോറിന് വേഗത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാനും ഒരിക്കലും മറക്കാതിരിക്കാനുമുള്ള നമ്മുടെ കഴിവിൻ്റെ തെളിവാണത്. അത് ഒരു ഫയലായിട്ട് നമ്മുടെ തലച്ചോറിലുണ്ട്. നമുക്ക് വേണ്ടത് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നത് മാത്രമാണ്. എല്ലാവരും ഒന്ന് സുഖകരമായിട്ടിരിക്കുക. കണ്ണുകൾ വേണമെങ്കിൽ അടക്കാം. നിങ്ങൾ ഒരു സിനിമ ഹാളിൻ്റെ മുൻനിരയിൽ ഇരിക്കുന്നതായിട്ട് ഒന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് മുമ്പിൽ ഒരു വെളുവെളുത്ത സ്ക്രീനും മാത്രമുണ്ട്. എന്നിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് ചാടുന്നു, പുറത്തോട്ട് വരുന്നു. എന്നിട്ട് ശരീരത്തിൽ നിന്ന് പുറത്ത് ചാടിയ നിങ്ങൾ ഇതിലേക്ക് സിനിമ പ്രൊജക്റ്റ് ചെയ്യുന്ന ആ റൂമിൽ എത്തിച്ചേരുന്നു. അവിടെയുള്ള കട്ടിയുള്ള ഒരു ഗ്ലാസ്സിന് പിന്നിൽ നിങ്ങൾ വളരെ സുരക്ഷിതനായിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ആ മൂവി കാണുകയാണ്. ആ സ്ക്രീനിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ഭയം അനുഭവിച്ച ആ ഒരു സമയത്തുള്ള രംഗങ്ങളാണ് സിനിമയിൽ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആ ഫ്രണ്ട് റോയിൽ ഇരിക്കുന്ന നിങ്ങളുടെ അതർ സെൽഫ് ഈ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ആ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. ആ മൂവി അവസാനിക്കുമ്പം ആ സ്ക്രീൻ പിന്നെയും ഒരു വൈറ്റ് സ്ക്രീനായിട്ട് അവിടെ നിൽക്കുകയാണ്. സിനിമ ഫിനിഷ്ഡ്. നമ്മൾ ആ സിനിമയെ ഒന്ന് റിവൈൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സിനിമയെ ഒന്ന് സൂം ചെയ്യുക. നിങ്ങൾ ഇപ്പം ആ സ്ക്രീനിൻ്റെ ഉള്ളിലാണ്.
എന്നിട്ട് ആ മൂവിയെ നമ്മളൊന്ന് ബാക്കിൽ നിന്ന് പിറകോട്ട് വളരെ സ്പീഡിൽ ഒന്ന് റൺ ചെയ്യിക്കുക, ഫുൾ കളറിൽ. വീണ്ടും സ്റ്റാർട്ടിലേക്ക് പോകുന്നു. ആ സ്റ്റാർട്ടിലെത്തുമ്പോഴേക്കും വീണ്ടും നമുക്കത് വൈറ്റ് സ്ക്രീനായിട്ട് അപ്രത്യക്ഷമാവുന്നു. ഇനി നിങ്ങളെ കണ്ണൊന്ന് തുറന്ന് നോക്ക്. എങ്ങനെയുണ്ട് ഇപ്പം നിങ്ങളാ പേടിയുള്ള രംഗങ്ങൾ? ഒരു ഫണ്ണി ആയിട്ടല്ലേ തോന്നുന്നത്? എന്താ നിങ്ങളുടെ അനുഭവം? അതൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഇത്രയും നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനത്തെ ഒരു ട്രാപ്പ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന, നമ്മുടെ തലച്ചോറിൽ ശേഖരിച്ച് വെച്ചാൽ ഇതുപോലെ പേടിപ്പിക്കുകയും നമ്മളെപ്പോഴും അസ്വസ്ഥമാക്കുന്ന ഈ മൂവികളൊക്കെ നമുക്ക് വേറെ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ലെറ്റ്സ് ട്രൈ. നമ്മുടെ ഓരോ പെരുമാറ്റത്തിനും എവിടെയോ ഒരിടത്ത് ഒരു നല്ല ഉദ്ദേശമുണ്ട്. അങ്ങനെ തോന്നിയാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ ഒന്ന് അർത്ഥം മാറ്റി നോക്കിക്കഴിഞ്ഞാൽ, അതിനെ മറ്റൊരു രീതിയിലേക്ക് റീഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ പ്രശ്നത്തിനെ മറ്റൊരു രീതിയിൽ റീഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു പുതിയ അർത്ഥമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കിയ ഒരു സംഭവം നമുക്ക് സ്വസ്ഥത ഉണ്ടാക്കുന്ന മറ്റൊന്നായിട്ട് പരിവർത്തനം ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലിമെൻ്റ് ഡിറ്റക്റ്റീവായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഈ പ്രോബ്ലത്തെ നിങ്ങളൊരു സ്ട്രെങ്ത്തായിട്ട് റീഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു സാഹചര്യം കണ്ടെത്തുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പിടിവാശി ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയൊരു കൺവിക്ഷനിൽ നിങ്ങൾക്ക് പുറത്തള്ളി പോവാതെ അതിൽ തന്നെ നിലയുറപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പിടിവാശി പിടിക്കേണ്ടി വരും. അത് പിടിവാശി പിടിച്ചിട്ട് നിങ്ങൾ എപ്പോഴും പുഷ്ഡ് ഔട്ടായി പോകും. അതൊരു ലീഡർക്ക് അതൊരു ക്വാളിറ്റിയാണ്. നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പം, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാവുമ്പം അത് ഓക്കെയാണ്. അതൊരു നേതാവിൻ്റെ ഗുണമാണ്. ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരോടെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ളൊരു കംപ്ലൈൻറ്റ് പറയാം. ഉദാഹരണത്തിന്, നിങ്ങൾ വളരെ പിടിവാശിയുള്ളവരാണ്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിൽ സമാധാനം കണ്ടെടുത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ ഒരു ഭാഗം ഇന്നൊരു പാർട്ടിക്ക് പോകണമെന്ന് പറയുന്നു, എന്നാൽ ഒരു ഭാഗം എൻ്റെ വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കാൻ വേണ്ടി പറയുന്നു. അതൊരു ഡിസോർഡർ അല്ല. നമ്മുടെ തന്നെ മനസ്സിലുള്ള രണ്ട് പാർട്സാണ്. ഇവ തമ്മിൽ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവരിക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ പ്രവർത്തിക്കേണ്ട പാർട്ടും നമ്മുടെ റെസ്റ്റ് പാർട്ടും, അത് രണ്ടും ഒരു ടീമിൻ്റെ ഭാഗമാണ്. ഇവ തമ്മിൽ എങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ വർക്ക് പാർട്ട് ചിലപ്പം നമ്മോട് ഇൻറ്റേർണലി ഒരു 45 മിനിറ്റ് ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ടാവും. ഇപ്പോൾ ഒരു കാര്യത്തിൽ പോകാണ്ട് നമ്മൾ എന്നിട്ട് നമ്മൾ റെസ്റ്റ് കൊടുക്കുക. ഇതുപോലൊരു ഇന്നർ പീസിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതിനും ഒരുപാട് NLP ടെക്നിക്ക് ഉണ്ട്, ഞാൻ പിന്നീട് പറയാം. നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ഒരു തർക്കത്തിലോ പ്രശ്നത്തിലോ കുടുങ്ങിപ്പോകുമ്പം അതിൻ്റെ ഒരു വശം മാത്രം കണ്ട് അതിലൂടെ അസ്വസ്ഥരായിട്ടുണ്ടോ, മറ്റുള്ളവരുടെ ഷൂവിൽ കയറി അവരുടെ കാഴ്ചപ്പാടിലൂടെ അല്ലെങ്കിൽ അവരുടെ കണ്ണാടി മുഖേനയോ ഈ ഒരു പ്രശ്നത്തെ നോക്കി കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു മുകളിലൂടെ പാറി നടക്കുന്ന ഒരു പക്ഷിയെക്കുറിച്ച് അതിൻ്റെ ഒരു എയ്റോപ്ലെയിൻ വ്യൂയിലൂടെ കാര്യങ്ങൾ നോക്കി കണ്ടിട്ടുണ്ടോ? ആ ഒരു പല രീതിയിലും പല പെർസെപ്ച്വൽ പൊസിഷനിലൂടെ നോക്കിയിട്ട് പലങ്ങരെയും കാണുന്ന ഒരു കാര്യമാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഒരു NLP ടെക്നിക്കാണ് പെർസെപ്ച്വൽ പൊസിഷൻ. ഇതിനു വേണ്ടി നമ്മൾ കണ്ടെത്തേണ്ടത് 3 ചെയറാണ്. 3 ചെയർ ഇങ്ങനെ വെക്കുക. ചെയർ 1 മൈ പൊസിഷൻ. ഒരു വസ്തുത മുമ്പിലുണ്ട്, ഒരു പ്രശ്നം മുമ്പിലുണ്ട്. ചെയർ 2 അതർ പൊസിഷൻ. ചെയർ 3 ഒബ്സർവർ പൊസിഷൻ, ഔട്ട്ലുക്കർ.
ഇപ്പോൾ ഒരാൾക്ക് രണ്ടിടയിലേക്ക് കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നോക്കിക്കാണാൻ വളരെതാണ്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ പ്രിയതമയും തമ്മിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ചെയർ 1 നിങ്ങളിരിക്കുന്നു, ചെയർ 2 നിങ്ങളുടെ പ്രിയതമ ഇരിക്കുന്നു, ചെയർ 3 മൂന്നാമതൊരാൾ ഇതിനെ നോക്കിക്കാണുന്നവരിയ്ക്കുന്നു. ഈ 3 പൊസിഷനിലൂടെയും നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സ്റ്റെപ്പായിട്ട് ഇത് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് ഒരു പ്രശ്നമുണ്ടായ ഒരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു റിയൽ ലൈഫ് കോൺഫ്ലിക്റ്റ്, നിങ്ങളുടെ ഫ്രണ്ടുമായിട്ടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പറുമായിട്ടോ നിങ്ങളുടെ ജോലിയിൽ ഒരാളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടോ ഉണ്ടായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ഒരു ലൈവ് സെഷനിലാണെങ്കിൽ മറ്റുള്ളവർ ചിന്തിക്കുക. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ പ്രശ്നം നമ്മളെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ ചെയർ 1 എൻ്റെ സ്വന്തം പൊസിഷനിലിരിക്കുന്നു. എന്നിട്ട് നമ്മോട് ചോദിക്കുക, വാട്ട് ആർ യു ഫീലിംഗ്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വാട്ട് ഡു യു ബിലീവ്? എന്താണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് വിശ്വസിക്കുന്നത്? വാട്ട്സ് ഇമ്പോർട്ടൻറ്റ് ടു യു? എന്താണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത്? ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് പൊസിഷൻ. സെക്കൻഡ് ചെയറിലിരിക്കുക, തേർഡ് ചെയറിലിരുന്നിട്ട് സെക്കൻഡ് ചെയറിൽ അവരുടെ ഷൂലിരുന്നിട്ട്, എന്നിട്ട് നമ്മൾ സ്വയം എന്ത് ചെയ്യുക, രണ്ടാമത്തെ ചെയറിലേക്ക് മാറിയിരിക്കുന്നു. നമ്മൾ സ്വയം ആ ഒരു പേഴ്സണായിട്ട് മാറുന്നു. ഹൗ ഡു യു ഫീൽ നൗ? ഇപ്പോൾ നിങ്ങൾ എന്താ ഫീൽ ചെയ്യുന്നത്? ഹൗ ഡു യു ബിലീവ് ഫ്രം ദർ സൈഡ്? അവരുടെ സൈഡിലൂടെ നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? അപ്പം അവർക്ക് എന്താണ് തോന്നുന്നത്? ഇനി നമ്മൾ ആ ഒരു തേർഡ് പൊസിഷനിലുള്ള ആ ചെയറിലേക്ക് ഒരു വൈസ് ഒബ്സർവറായിട്ട് ഒന്ന് മാറിയിരിക്കാം. ആ ചെയറിലേക്ക് വന്നിട്ട് നമ്മൾ ന്യൂട്രൽ ഒബ്സർവറായിട്ട് നിൽക്കുകയാണല്ലോ. ഇപ്പോൾ 2 പേരെക്കുറിച്ച് നിങ്ങൾ എന്താണ് നിരീക്ഷിക്കുന്നത്? എന്ത് ഉപദേശം തരാം എന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഈ 3 പൊസിഷനിലൂടെയും ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും നിങ്ങളുടെ ചെയർ 1 പോവാം. എന്ത് പഠിച്ചു? ഇപ്പം ആ സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവർ എന്താണ് വിശ്വസിക്കുന്നത്? പണ്ടൊക്കെ തറവാട്ട് വീട്ടിൽ പോകുമ്പം സഭ്യമായും മോൻകായും നാസർക്കായും ഒക്കെ, അതുപോലെ ആ പാടും കണ്ടിക്കൊണ്ടിരുന്ന കുഞ്ഞോൾമേമയും അമ്മായിമാരും ഒക്കെ അമ്മൂമ്മമാരൊക്കെ ഒരുപാട് കഥകൾ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. ഒരു കുട്ടീൻ്റെ നിലയിൽ ഇതിങ്ങനെ കേട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് കഥപുസ്തകങ്ങൾ വാങ്ങുകയും ചെയ്യായിരുന്നു. അതിങ്ങനെ കേട്ടിരിക്കാൻ എന്ത് രസമാണ്. 1001 രാവുകളിലെ കഥയൊക്കെ കേൾക്കുമ്പം പ്രത്യേക ഒരു കുളിർമയായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് ഈ കഥകൾ കടന്നു പോകുന്നത്. പക്ഷെ അത് കേട്ടിരിക്കാൻ നല്ല രസമാണ്. ആ കുട്ടിക്കാലത്ത് ഇങ്ങനെ കേട്ടിരിക്കേണ്ട കൗതുകം നിറഞ്ഞ കഥകൾ മാത്രമല്ല, നമ്മുടെ മനസ്സിൽ നിന്ന് അലട്ടുന്ന പല യഥാർത്ഥ പ്രശ്നങ്ങളെയും ഈ ഒരു കഥാരൂപത്തിലേക്ക് മാറ്റിമറിച്ചാൽ നമുക്കൊരുപാട് അസ്വസ്ഥതകളിൽ നിന്ന് വിമോചിതരാവാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു NLP സ്റ്റെപ്പുകളാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. അപ്പം നമ്മുടെ ജീവിതത്തിലൊരു സിറ്റുവേഷനെ സ്റ്റോറി ആക്കിയിട്ട് മാറ്റം വരുത്താൻ പോവാം. അപ്പോൾ അതിനൊരു സ്റ്റോറിക്ക് വേണ്ടിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് കിട്ടണമല്ലോ. നമ്മുടെ ജീവിതത്തിൽ എന്തൊരു പ്രശ്നത്തെയാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രശ്നം എന്താണ്? എന്നിട്ട് നിങ്ങൾ അതിന് എന്ത് റിസൾട്ടാണ് വാട്ട് യു വാണ്ട് ഇൻസ്റ്റെഡ്? അതിന് പകരം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് വേണ്ടതിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ സ്വസ്ഥതയാണ് വേണ്ടതെങ്കിൽ അത് നേടിയെടുക്കുന്നതിന് മുമ്പിൽ എന്താണ് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത്? നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? പ്രധാനപ്പെട്ട കാര്യം എന്താണ്?
എന്താണ് നിങ്ങൾ ആസ്വദിക്കുന്നത്? എന്നിട്ട് നമ്മൾ ഒരു ലാറ്ററൽ ചങ്കിങ് ചെയ്യണം. ഈ ഒരു പ്രോബ്ലത്തിന്, ഈ സ്റ്റോറിക്ക് ഒരു തീം കണ്ടെത്തണം. ഈ പ്രോബ്ലം എന്താണ്? ഒരു പേടിയാണോ? ഒരു ട്രസ്റ്റാണോ? ഒരു ഫ്രീഡമാണോ? ഭയം, വിശ്വാസം, സ്വാതന്ത്ര്യം, ഇതൊക്കെയാണോ? എന്നിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊരു മെറ്റാഫർ, പ്രതീകങ്ങളെ കോക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് കുറേ പ്രതീകങ്ങൾ വെച്ചിട്ട് നമ്മൾ ഒരു ഷോർട്ട് സ്റ്റോറി നമ്മളുടെ ഈ ഒരു ആൻസറിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയൊരു കുഞ്ഞു ബോട്ട് ഉണ്ടായിരുന്നു. ആ വ്യക്തി അതെപ്പോഴും തൻ്റെ കടൽ തീരത്തിനനുസരിച്ച് എടുത്ത് ഇങ്ങനെ നിലയുറപ്പിച്ചു, നമ്മുടെ കംഫോർട്ട് സോൺ. ആ ബോട്ട് കടലിലേക്ക് ഇങ്ങനെ ഒഴുകിപ്പോവാതെ, ചലിക്കാതെ അതിൻ്റെ തീരത്തോടിങ്ങനെ ചേർന്ന് നിന്നു. കംഫോർട്ട് സോൺ, സ്വസ്ഥമായിട്ടുള്ളൊരു കേന്ദ്രം. നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവുന്നല്ലേ. അതിന് കടൽ തിരകളെ പേടിയായിരുന്നു. പേടി. ഒരു ദിവസം അതോർത്തു, എനിക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു എൻജിനുണ്ട്, എനിക്ക് ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്, ആന്തരിക ശക്തിയുണ്ട്. അത് കടലിൻ്റെ അഗാധങ്ങളിലേക്ക് ഒഴുകിപ്പോവാൻ തുടങ്ങി, പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൽ. ഇതുപോലെ ഒരു മെറ്റാഫർ, പ്രതീകങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ലൈഫിൻ്റെ സ്റ്റോറിയെ നമ്മൾ മാറ്റിമറിക്കാം. എന്നിട്ട് ആ സ്റ്റോറി വളരെ ഫീലിങ്ങോട് കൂടി ഒന്ന് പറയാം. പോസ് കൊടുത്ത് അതിൻ്റെ എമോഷണൽ ടോണിംഗ് ഒക്കെ വെച്ചുകൊണ്ട്. പാർട്ടിസിപ്പൻസിനെ ഒരു ദിവസം അവരുടെ കണ്ണുകളൊക്കെ അടിച്ച് ഇമാജിൻ ചെയ്തിട്ട് നമ്മൾ ആ സ്റ്റോറി പറയാം. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രണയ നൈരാശ്യമുണ്ടെങ്കിൽ ആ സ്റ്റോറി പറയാം. ഒരിടത്ത് രാജുവും രാമുവും കളിക്കൂട്ടുകാരിയായി വളർന്നു. ഒരു മാവിൻ തോട്ടിൽ വെച്ച് അവരൊരുമിച്ച് കണ്ടുമുട്ടി. അങ്ങനെ അവർ തമ്മിൽ ഇഷ്ടത്തിലായി. അവർ തങ്ങൾക്ക് പരസ്പരം മെസ്സേജുകളും മറ്റുമൊക്കെ പരസ്പരം എഴുതി അവരുടെ സമയം പോയതറിഞ്ഞില്ല. അവസാനം പരീക്ഷയുടെ ദിവസമായപ്പോൾ രാജുവും രാമുവും പരീക്ഷയിൽ പരാജയപ്പെട്ടു. ആ പരാജയം രാജുവിനെയും രാമുവിനെയും ഒരുപാട് ചിന്തിപ്പിച്ചു. ഒരുപക്ഷെ ജീവിതത്തിൽ ഞങ്ങളൊന്നായാൽ പോലും ഈ ജീവിതം മുന്നോട്ട് നയിക്കേണ്ട ഒരു സോഴ്സ് ഞങ്ങൾക്ക് കിട്ടില്ലല്ലോ, ഞങ്ങൾക്കൊരു പദവി കിട്ടില്ല. അങ്ങനെ അവർ തീരുമാനിച്ചു, ഇന്ന് നമ്മൾ വേർപിരിയുകയാണ്. വേർപിരിഞ്ഞ് നമ്മൾ ഇനി മറ്റൊരു ദിവസം നമ്മൾ കണ്ടുമുട്ടും. അന്ന് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് അച്ചീവ് ചെയ്ത് ആ ദിവസം നമുക്ക് പരസ്പരം ഒന്നിക്കാൻ ഒരവസരം ഉരുത്തിരിഞ്ഞ നിമിഷവും കാത്ത് അവർ പഠനത്തിൻ്റെ മേഖലയിലേക്ക് പോയി. അങ്ങനെ ഒരു സ്റ്റോറിയായിട്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമ്മൾ പരിവർത്തനം ചെയ്തെടുക്കുക.